നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് പിറന്നാൾ ആശംസ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്നാണ് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത്. നിരവധി പേരാണ് പിണറായിക്ക് 80ാം ജന്മദിനാശംസകൾ അറിയിച്ചത്. പതിവ് പോലെ ആഘോഷങ്ങളില്ലാതെയാണ് ഇത്തവണയും മുഖ്യമന്ത്രിയുടെ പിറന്നാൾ കടന്നു പോകുന്നത്. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടികളുടെ തിരക്കുകൾ വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞത്. ശനിയാഴ്ച ഓഫീസിലെത്തുന്ന മുഖ്യമന്ത്രി ഒരു MOUവിൽ ഒപ്പിടും. ഉച്ചയ്ക്ക് ശേഷം 3 ഔദ്യോഗിക യോഗങ്ങളുമുണ്ട്. ഔദ്യോഗിക രേഖകൾ പ്രകാരം 1945 മാർച്ച് 21 പിണറായി വിജയന്റെ പിറന്നാൾ. എന്നാൽ യഥാർത്ഥ ജന്മദിനം 1945 മെയ് 24 എന്ന പിണറായി വിജയൻ തന്നെയായിരുന്നു അറിയിച്ചത്. 2016 ഒന്നാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തലേ ദിവസമായിരുന്നു പിറന്നാൾ ദിനത്തിലെ സസ്പെൻസ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത്. ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റനാണ് ഇന്ന് പിണറായി വിജയൻ. CPM ഭരണത്തിൽ ഹാട്രിക്ക് നൽകുമെന്ന ആത്മവിശ്വാസവുമായാണ് 80ലേക്ക് പിണറായി കാലെടുത്ത് വെക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നടന്ന വാർഷികാഘോഷ പരിപാടികൾക്ക് കൊടിയിറങ്ങിയതോടെ ഇന്നു മുതൽ മുഖ്യമന്ത്രി ഓഫീസിലെത്തി തുടങ്ങും. CPMന്റെ തലമുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പാർട്ടി നിശ്ചയിച്ച പ്രായപരിധിയും കഴിഞ്ഞ് ഇളവുകളോടെ പാർട്ടി നേതൃത്വത്തിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 3ാമതും ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെ പാർട്ടിയും സർക്കാരും മുന്നോട്ട് പോകുന്ന ഘട്ടമാണ്. പിണറായി തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നയിക്കും എന്ന കാര്യം ഉറപ്പാണ്. കർക്കശക്കാരനായ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ് പിണറായി അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ നാളെ 9 വർഷം പൂർത്തിയാക്കും. ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന മുഖ്യമന്ത്രി പദവിയിലിരുന്ന 2ാമത്തെ നേതാവെന്നതുൾപ്പെടെയുള്ള റെക്കോർഡ് കൂടിയാണ് മുഖ്യമന്ത്രി പൂർത്തിയാക്കുന്നത്. കണ്ണൂർ പിണറായി മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെ മകനായാണ് പിണറായി വിജയൻ ജനിച്ചത്. ശാരദാവിലാസം LP സ്കൂളിലും പെരളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലും തലശ്ശേരി ബ്രണ്ണൻ കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. ബ്രണ്ണൻ കോളേജിൽ BA എക്കണോമിക്സിന് പഠിക്കുമ്പോൾ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. 1964 KSF സംസ്ഥാന കമ്മിറ്റി അംഗമായി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് യുവജന പ്രസ്ഥാനത്തിലെത്തിയ അദ്ദേഹം പിന്നീട് KSYF സംസ്ഥാന പ്രസിഡന്റായി. 1967 CPMന്റെ തലശ്ശേരി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയായി. 1968 പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി. 1972 ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും 1978 സംസ്ഥാന കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. ചടയൻ ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് മന്ത്രിപദം ഉപേക്ഷിച്ച് 1998 സെപ്റ്റംബർ 25 പാർട്ടി സെക്രട്ടറിയായി. പിന്നീടുള്ള 1/4 നൂറ്റാണ്ട് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ എന്ന പേര് മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നായി മാറി. കർക്കശക്കാരനായ പാർട്ടി സെക്രട്ടറിയിൽ നിന്നും മുഖ്യമന്ത്രിയിലേക്ക് മാറുമ്പോഴും ആ മുഖത്തും പ്രവൃത്തിയിലും കാർക്കശ്യം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്.